നിക്കറും ഒക്കെ ഇട്ടിട്ട് ആ റോഡിൽ കൂടെ ഇങ്ങനെ ചാടുന്ന കണ്ടില്ലേ? ആ സമയത്ത് ആ വീടിന് ചുറ്റും 10 പൂച്ചെട്ടി വെച്ചിട്ട് അതെടുത്ത് അങ്ങോട്ടൊന്ന് മാറ്റി വെച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ ന്യായമാവൂലേ? 10 വാഴയും കൂടെ വെക്കുവാണെങ്കിൽ നമുക്ക് 10 വാഴക്കൊലയെല്ലാം തിന്നാം. നല്ല വാഴക്കൊല, നല്ല വാഴക്കൊല, വിഷമില്ലാത്തത്. അപ്പൊ ഇവന്മാരെല്ലാവരും വേഷം കെട്ടാ. അപ്പൊ നമ്മൾ ഈ വീഡിയോകൾ ഇടുമ്പോഴേ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, മുരിങ്ങയ്ക്കയുടെ വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു. അപ്പോൾ ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുണ്ടോയെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം നമ്മളെല്ലാം ശാസ്ത്രീയമായിട്ട് നമ്മുടെ കാരണവന്മാരെല്ലാം ഉപയോഗിക്കുന്ന കണ്ട് പഠിച്ചുള്ള അറിവല്ലേ നമുക്കുള്ളൂ. ശാസ്ത്രീയമായി തെളിയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ അപ്പം മുരിങ്ങ 150 കിലോ എടുത്തുകൊണ്ട് നടക്കാൻ ആരോഗ്യത്തിൽ നമ്മൾ വളരുമ്പം അതിനകത്ത് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് ഊഹിക്കാനുള്ള ബോധമുണ്ട്, സാമാന്യ ബോധമുണ്ട്. നമ്മൾ ലാബിൽ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കുട്ടികളെ ഉണ്ടാക്കുന്നുണ്ട്, അല്ലാതെയും കുട്ടികളുണ്ടാകുന്നുണ്ട്. അത് തന്നെയല്ല, ശാസ്ത്രീയമായിട്ട് വളരെ പഠനങ്ങൾ നടത്തിയ ഒരു രോഗമാണ് മാറ്റാൻ ക്യാൻസർ. ഇതുവരെ ഒരു ഔഷധം കണ്ടുപിടിച്ചിട്ടില്ല. അതുപോലെ എയ്ഡ്സ്, അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഒരു മരുന്ന് ഇതുവരെ തെളിച്ചിട്ടില്ല. വലിയ മിടുക്കന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ പരമ്പരാഗതമായിട്ടുള്ള അറിവുകൾ വെച്ചാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഗുണവും കിട്ടിയിട്ടുണ്ട്. അല്ലാണ്ട് ശാസ്ത്രീയമായിട്ടൊന്നും നമ്മൾ തെളിയിച്ചിട്ടില്ലെന്നുള്ളത് നമുക്ക് എവിടെയും പറയാൻ പറ്റും. നമുക്ക് നുണ പറയേണ്ട കാര്യമില്ല. കേരളത്തിലെ 60-70% ആൾക്കാരും ജീവിതശൈലി രോഗങ്ങളാണ്. തൈറോയിഡ് മാറ്റാൻ പറ്റുമോ? മരുന്ന് കഴിച്ച് മാറിയാലോ. ഇതൊക്കെ ജീവിതത്തിലെ ഷുഗർ മരുന്ന് കഴിച്ച് മാറ്റാൻ പറ്റുമോ? പറ്റിയല്ല. പ്രഷർ പറ്റുമോ? ഈ രോഗങ്ങൾക്കെല്ലാം പ്രതിരോധത്തിനുള്ള മരുന്നാണിത്. അപ്പൊ ഇത് നമ്മൾ അസുഖം വരുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചു തുടങ്ങണം. അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ കണ്ടിട്ടുള്ള ശാസ്ത്രീയമായിട്ട് മാറ്റുന്ന ഒരു മെയിൻ അസുഖം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമല്ല, നമ്മുടെ ഈ പാരസെറ്റമോൾ കഴിച്ചാൽ ചെറിയ തോതിൽ പനിയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിപ്പോകാൻ നല്ലതാണ്. ഏതാ അത് ജലദോഷ പനിക്ക് മാത്രമേ പറ്റുള്ളൂ. അതേ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ആന്തരിക അവയവങ്ങൾ, കിഡ്നി, ലിവർ, മറ്റേ ഹാർട്ട്, ഇങ്ങനെയുള്ള മെയിനായിട്ടുള്ള അവയവങ്ങൾക്ക് അസുഖം പിടിപെട്ടാൽ ഒരു മരുന്നും ഇന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിച്ച് നമ്മളെ പൂർണ്ണമായിട്ട് മാറ്റിയതായിട്ട് എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല. ഒരിടത്തും മാറ്റിയിട്ടില്ല. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ശാസ്ത്രീയമായിട്ട് നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്വർണവും പണവും മൊത്തം മേടിച്ചെടുക്കാനുള്ള ഒരു ടെക്നോളജി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിൽ നല്ലത് ഇത് വരാതിരിക്കാനുള്ള അറിവുകൾ ജനങ്ങളിൽ എത്തിക്കാൻ ഇന്നത്തെ മെഡിക്കൽ സയൻസ് രംഗം തയ്യാറല്ല. എന്തുകൊണ്ടാണ്? മാഫിയ. അപ്പോൾ അവർ തയ്യാറാകുന്നില്ല. അപ്പം നമുക്ക് ഈ ഷുഗറെല്ലാം വരാതിരിക്കാൻ പറ്റും. നമ്മൾ അന്നജം അടങ്ങിയ ഭക്ഷണം കഴിക്കാതിരുന്ന ഒരു പരിധി വരെ നമുക്ക് ഷുഗർ പോയി പിടിക്കുകയില്ല. കുട്ടികളെ നമ്മൾ പാലാക്കി പോകുമ്പോഴേ കുറച്ച് അച്ചായന്മാർ ഇങ്ങനെ ഒരു നിക്കറും ഒക്കെ ഇട്ടിട്ട് ആ റോഡിൽ കൂടെ ഇങ്ങനെ ചാടുന്ന കണ്ടില്ലേ? ആ സമയത്ത് ആ വീടിന് ചുറ്റും 10 പൂച്ചെട്ടി വെച്ചിട്ട് അതെടുത്ത് അങ്ങോട്ടൊന്ന് മാറ്റി വെച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ ന്യായമാവൂലേ? 10 വാഴയും കൂടെ വെക്കുവാണെങ്കിൽ നമുക്ക് 10 വാഴക്കൊലയെല്ലാം തിന്നാം. നല്ല വാഴക്കൊല, നല്ല വാഴക്കൊല, വിഷമില്ലാത്തത്. അപ്പൊ ഇവന്മാരെല്ലാവരും വേഷം കെട്ടാ. പാലായി കാണാൻ പറ്റില്ലേ? പാലായിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ശരീരത്തിൽ 3000 രൂപ കൊടുത്ത ചാടുന്നത്. അപ്പം ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പണിയെടുക്കണം. പണിയെടുത്തു കഴിഞ്ഞാൽ ഇതിനെല്ലാം പരിഹാരമായി. തീർച്ചയായിട്ടും പണിയെടുക്കണം, ശുദ്ധമായിട്ട് വായു ശ്വസിക്കണം. ഇവിടെ ഇപ്പൊ സഹോദരൻ വന്നിട്ട് 1 മണിക്കൂറായി. ഒരു കൊതുക് കടിച്ചോ? ഇവിടെ ഒരു കൊതുകും ഇല്ല, ഒരു വേറെ കുളവിയും ഇല്ല, ഒരു കീടവും ഇല്ല, ഒന്നുമില്ല. തലേശ ഈ വഴുതനയുടെ ചുവട്ടില് ഒരു ചെടി നിൽക്കുന്നത്, അത് എന്ത് ചെടിയത്? ഇത് കൊടംപുളി. ബഡ് കൊടംപുളി. ഓഹോ, നമ്മള് ചെറുപ്പത്തിലേ കായ്ക്കും. അപ്പോൾ 1 വർഷം കൊണ്ട് കായ്ക്കുമോ? 1 വർഷം കൊണ്ട് കായ്ക്കും. അപ്പൊ ഈ ചെടിക്ക് നമ്മൾ വളവിടാൻ വരുമ്പോഴേ, പുളിക്ക് വളവിടാനും കൊല്ലുകെട്ടാനൊക്കെ വരുമ്പോൾ അതിന്റെ ചെലവിലേക്ക് വേണ്ടിയാണ് വഴുതന വെച്ചേക്കുന്നത്. പുളിക്ക് നമ്മൾ വളം ഇടാൻ വേണ്ടി വളം മേടിക്കണം, ജൈവവളം കൊണ്ടുവരണം, അല്ലെ ചപ്പ് വെട്ടണം, ചപ്പ് കൂട്ടണം, ഈ പണിയില്ലേ? പണിയാണ്. അപ്പൊ ആ പണിക്കൂലിക്കുള്ള പൈസക്കാണ് അതിന്റെ ചോട്ട് വഴുതന വെച്ചേക്കുന്നത്. അപ്പൊ വഴുതനങ്ങ പറിച്ചു കൊടുത്ത് പുളിയെ സംരക്ഷിച്ച് പുളി 5 തലമുറ ഉപയോഗിക്കാം. 5 തലമുറ. അപ്പൊ ഇത് എന്തായാലും വളരും. ഇത് ഉയർത്തി വളരുമോ? ഇല്ല, ഇത്രയും ആകുമ്പോൾ തന്നെ കായ്ക്കും. അടുത്ത വർഷം പൂടുക. അതല്ലേ? അപ്പൊ ബഡ് സാധാരണ ഇതിന്റെ വലിപ്പം സാധാരണ പുളിയുടെ അത്ര ഉണ്ടോ? മുഴുത്ത പുളിയാ. പുളി നമുക്കിപ്പോ 1 കിലോ 1.5 കിലോ ചെറിയ കുടുംബങ്ങളല്ലേ ഉള്ളൂ. 1.5 കിലോ കിട്ടിയാൽ പോരെ. അപ്പൊ ഈ കുടംപുളി ഔഷധ ഗുണമുള്ള ഒരു ഫലമല്ലേ? കുടംപുളി നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആവശ്യമുള്ള ഒരു ഉൽപ്പന്നമാണ്. അതിന്റെ ചുളയല്ല നമ്മൾ കഴിക്കുന്നത്, അതിന്റെ നീരാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഇത് പറിച്ച കുരു കളഞ്ഞ് ഉണങ്ങി പുകയത്തുണങ്ങണം. പുകയത്തുണങ്ങിയിട്ട് അതിന്റെ നീര് അത് നമ്മൾ കറിക്കാൻ സാധാരണ നമ്മളിവിടെ ഈ മീൻ കറി വെക്കുമ്പം മീന് അരുചി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പുളിയിട്ടല്ലേ കറി വെക്കുന്നത്? അരുചി ഉണ്ടായിരിക്കാൻ വേണ്ടി, ടേസ്റ്റിന് വേണ്ടി. ടേസ്റ്റ്. അപ്പൊ പുളി മീനിൽ പുളി പിടിച്ചാലേ അത് നല്ല ടേസ്റ്റ് ആകുള്ളൂ. അത് മാത്രമല്ല, ഇതിന്റെ ഇത് പഴുത്തിരിക്കുന്ന സമയത്ത് എടുത്ത് ചാറുകറിയൊക്കെ ആയിട്ട് വെക്കാം.
മറ്റേ ഇതിൻ്റെ ആ കുരുവും അതിൻ്റെ കൂടെയുള്ള ആ വെള്ളം കൂടെയൊക്കെ. വെള്ളമല്ല, കുരു എടുത്ത് കളഞ്ഞതിന് ശേഷം അതിന്റെ മാംസള ഭാഗമില്ലേ, അത് നമ്മൾ പഴുത്ത് വീഴുമ്പോൾ പുത്തനോടെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ചാറ് ഞാൻ ചെറുപ്പത്തിൽ കൂട്ടുണ്ട്. അപ്പൊ പുളി കറി വെച്ച് പുളി വെച്ച് നല്ല രുചിയാ. അതൊരു വെറൈറ്റി അല്ലേ? തേങ്ങ അരച്ച് കറി വെക്കും, എന്റെ അമ്മ വെച്ച് കറി. അപ്പൊ പുളിക്ക് ഔഷധമുണ്ട്. ഞാൻ അവിടെ 3 പുളി നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി 3 പുളി. ഈ ഇതിന്റെ ഒരു 2 ഇള വെള്ളത്തില് ഉണക്കപ്പുളി വെള്ളത്തിലിട്ട് ചൂടാക്കി തിളപ്പിച്ചാർച്ച് നമ്മൾ വെറും വയറ്റിൽ കഴിച്ചാൽ ഈ ഫാറ്റെല്ലാം മാറാൻ വളരെ ഉത്തമമാണെന്ന് പറയുന്നത്. നിരവധി ഗുണങ്ങളുള്ള, പിന്നെ ക്യാൻസറിനും നല്ലതാണ് ഇങ്ങനെ പേപ്പർ ഞാൻ വായിച്ചിട്ടുണ്ട്. നിരവധി അസുഖങ്ങൾക്ക് പ്രതിരോധം വരുന്നതാണ് ഈ പുളി. അപ്പോൾ ഒരു ക്രമമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ബോഡിക്ക് നല്ലതാണ്, ആരോഗ്യം നല്ലതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ. നമ്മുടെ ചാനൽ സംപ്രേഷണം ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുകയോ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് എന്തെങ്കിലും എഴുതുകയോ മാത്രം ചെയ്താൽ മതിയാകും.